അഴിമതിക്കെതിരെ വലിയ വായിൽ സംസാരിക്കുകയും മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടേണ്ടതില്ല എന്ന് ദിവസവും വാതൂരാതെ അടിച്ചിറക്കുകയും ചെയ്യുന്ന ബി.ജെ.പിയുടെ ശരിക്കുമുള്ള മുഖം ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ടും സംസ്ഥാന ബി.ജെ.പിയിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വൻ സാമ്പത്തിക തട്ടിപ്പും ഫണ്ട് വിവാദവും ഇപ്പോൾ കത്തിപ്പടരുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഓഡിറ്റിംഗ് സംഘം തന്നെയാണ് നേരിട്ടെത്തി ബി.ജെ.പിയുടെ ഈ കോടികളുടെ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവന്നത്. കൃത്യം 12 കോടി രൂപയുടെ ഭീമമായ തിരിമറിയാണ് തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ മാത്രം ഇവർ നടത്തിയിരിക്കുന്നത്. ചോര നീരാക്കി സാധാരണക്കാരായ അണികൾ പിരിച്ചെടുത്ത പണവും കേന്ദ്രത്തിൽ നിന്നും വന്ന കോടികളുമാണ് നേതാക്കൾ ഇങ്ങനെ അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതാണ് സത്യം. സംഭവം നാണക്കേടായതോടെ നാടകം പൊളിച്ച് കുറച്ചു പേർക്കെതിരെ പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു അച്ചടക്ക നാടകം നടത്തിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന രഞ്ജിത്തിനെതിരെ ഓഫീസ് ചുമതല അടക്കം എല്ലാവിധ സംഘടന ചുമതലയിൽ നിന്നും നീക്കി ആണ് നടപടി എടുത്തിരിക്കുന്നത്. ഇവർക്ക് പുറമെ മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന സമിതി അംഗം പങ്ങാറപ്പാറ രാജീവ് എന്നിവർക്കെതിരെയും പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔദ്യോഗിക രേഖകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഈ തട്ടിപ്പിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്താണ്. തിരുമല അനിൽ സഹകരണ സംഘം വായ്പാ തട്ടിപ്പിലും നേരത്തെ തന്നെ പേരുകേട്ട വ്യക്തിയാണ് ഇവർ. ഈ അഞ്ജന രഞ്ജിത്ത് തനിച്ചു മാത്രം 1.5 കോടി രൂപയുടെ തിരിമറിയാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിനായിട്ട് പണം കൊണ്ടുവന്ന പെട്ടികൾ വരെ കാണാതായിരിക്കുന്നു എന്നതാണ്. പണം മാത്രമല്ല, പണം കൊണ്ടുവന്ന പെട്ടി പോലും അടിച്ചു മാറ്റുന്ന വിചിത്രവും അപൂർവമായ ക്രമക്കേടുകളാണ് ബി.ജെ.പിയുടെ കേന്ദ്ര ഓഡിറ്റിൽ തെളിഞ്ഞിരിക്കുന്നത്. തട്ടിയെടുത്ത പണം ഉടനടി തിരിച്ചടച്ചില്ല എങ്കിൽ അഞ്ജനയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാനാണ് ഇപ്പോഴത്തെ നീക്കം. നിലവിൽ ഇവരെ ചുമതലകളിൽ നിന്നും എല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഈ 12 കോടിയുടെ വൻ സാമ്പത്തിക ക്രമക്കേടിൽ അഞ്ജന രഞ്ജിത്തോ ഒപ്പമുള്ളവരോ വെറും കണ്ണികൾ മാത്രമാണ് എന്നുള്ളതാണ്. ഫണ്ട് വിതരണത്തിലും അത് കൈകാര്യം ചെയ്യുന്നതിലും നേരിട്ട് ഇടപെടേണ്ട സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു ബി.ജെ.പി നേതാവിന്റെ പൂർണ്ണമായ അനുമതിയോടെയും അറിവോടെയും മാത്രമായിരിക്കും ഇത്തരം വലിയ തോതിലുള്ള കൊള്ള നടന്നിരിക്കുന്നത് എന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ പുറത്തു വരുന്ന സൂചനകൾ. ആ വൻ സ്രാവിലേക്ക് കേന്ദ്ര ഓഡിറ്റിംഗ് സംഘത്തിന്റെ അന്വേഷണ മുന നീളുന്നതോടെ വരും ദിവസങ്ങളിൽ സംസ്ഥാന ബി.ജെ.പിയിലെ കൂടുതൽ പ്രമുഖ നേതാക്കളുടെ തല ഉരുളുമെന്ന കാര്യം ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ പേരിൽ സ്വന്തം നേതാക്കൾ തന്നെ കോടികൾ മുക്കുന്ന ഈ അവസ്ഥയിൽ ബി.ജെ.പിക്കുള്ളിൽ ഇപ്പോൾ കടുത്ത പുകച്ചിലും വടംവലിയുമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാരെ അണികളെ പറ്റിച്ചും വർഗീയത പറഞ്ഞും വോട്ട് ചോദിക്കാൻ നടക്കുന്ന ഈ നേതാക്കളുടെ യഥാർത്ഥ ലക്ഷ്യം കോടികളുടെ സാമ്പത്തിക അഴിമതി മാത്രമാണെന്ന് ഈ സംഭവത്തോടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇതാണോ ബി.ജെ.പി പറയുന്ന അഴിമതിരഹിത ഭരണം? സ്വന്തം പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റുന്ന ഇവർക്കാണോ നാളെ നാടിന്റെ ഭരണം കൊടുക്കേണ്ടത് എന്ന് ജനങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കുന്നതും നല്ലതാണ്.